കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തെ അതിധനികനായ എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്ത് തന്നെ മികച്ച അതിധനികന്മാരിൽ ഒരാൾ, എക്സ് പോലെയുള്ള സോഷ്യൽ മീഡിയയുടെ ഉടമയാണ്. ബഹിരാകാശ വാഹനങ്ങളുടെ യന്ത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ലോകത്തെ അതിധനികൻ. അയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സമ്പത്ത് ഒരിക്കലും മനുഷ്യന് സന്തോഷം നൽകുന്നില്ല എന്നാണ്. സമ്പത്ത് കൊണ്ട് ഒരിക്കലും സൗഭാഗ്യം, സന്തോഷം, മനസ്സമാധാനം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ദുനിയാവ് വെട്ടിപ്പിടിച്ച ഒരു മനുഷ്യൻ സത്യസന്ധമായി മുസ്ലിമല്ല. അയാൾ ലോകത്തോട് വിളിച്ചു പറയുക. സഹോദരങ്ങളെ, ഇതിൽ നമുക്കെല്ലാം വിശ്വാസികളായ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. നമുക്ക് ശരിയായ സമാധാനവും ശാന്തിയും സന്തോഷവും സൗഭാഗ്യവും കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച മതിയാവും. നമ്മുടെ മനസ്സിനെ, സന്തോഷത്തെ, സമാധാനത്തെ കെടുത്തുന്ന ഇസ്ലാം വിലക്കിയ എല്ലാവിധ സ്വഭാവ വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടതെന്നേ മതിയാവും. വിശുദ്ധ ഖുർആനിലെ സംബോധനയിൽ വിശ്വാസികളെ പ്രത്യേകം ഉണർത്തിക്കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകൾ നമുക്ക് കാണും. അങ്ങനെയുള്ള ആയത്തുകളെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദാ സമിഅത അല്ലാഹ യഖൂൽ യാ അയ്യുഹല്ലദീന ആമനു. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിക്കുന്നുവെങ്കിൽ ഫർഅഹ സംഅക, നിന്റെ കാത് നീ കൂർപ്പിച്ചു കൊള്ളുക. കാരണം അല്ലാഹു തആല അതിനെ തുടർന്ന് ഫഇന്നഹു ഖൈറുൻ തുഅ്മറു ബിഹി, എന്തോ ഒരു നന്മ കൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതല്ലെങ്കിൽ ഔ ശർറുൻ തുൻഹാ അൻഹു, എന്തോ ഒരു ശർറ്, തിന്മ, അത് നീ ചെയ്യരുത് എന്നുള്ള വിലക്കാണ് വരാനുള്ളത്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയേ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ച് അല്ലാഹു തആല തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഖൈറിന് വേണ്ടി അല്ലാഹു എന്തോ കൽപ്പിക്കും, ഒരു കൽപ്പന അമറുണ്ടാകും. അതല്ലെങ്കിൽ എന്തോ ഒരു ശർറ്, നമ്മെ ബാധിക്കാനിരിക്കുന്ന ശർറ്, അത് വേണ്ട, വിട്ടേക്ക്, ഒഴിവാക്കുക എന്ന ഒരു കൽപ്പനയായിരിക്കാം അതിനുണ്ടാവുക. ഈ തരത്തിൽ നമ്മൾ നോക്കിയത് സൂറത്തുൽ ഹുജറാത്ത്, വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ സൂറയാണ്. നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തെ, ജീവിതത്തിലെ മനസ്സിന്റെ ശാന്തതയെ, സന്തുലിതാവസ്ഥയെ കെടുത്തിക്കളയുന്ന, ദുഷിച്ച സ്വഭാവങ്ങളെ വിലക്കുന്ന ഒരുപാട് വചനങ്ങൾ അതിൽ നമുക്ക് കാണാം, ഒരുപാട് ഉപദേശങ്ങൾ കാണാൻ കഴിയും. അപ്പൊ സ്വഭാവ സംസ്കരണത്തിന് ഒരു സുപ്രധാന സൂറയാണത് വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ സൂറ, സൂറത്തുൽ ഹുജറാത്ത്. കഴിയുമെങ്കിൽ ആ ആയത്തിന്റെ അർത്ഥവും അതിന്റെ തഫ്സീറൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ശ്രദ്ധേയമായ ഒരുപാട് വചനങ്ങൾ. അത് ഈ സൂറ അവതരിക്കുന്നതിന് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിൽ വന്നതിന് ശേഷം മദീന കാലഘട്ടത്തിൽ അവതീർണമായ ഒരു സൂറയാണ്. ഈമാൻ ആളുകളെ പഠിപ്പിച്ചതിന് ശേഷം, പരലോക ചിന്ത ഉണ്ടാക്കിയതിനു ശേഷം, സ്വഭാവ സംസ്കരണം, അവരുടെ ഹൃദയം യഥാർത്ഥ സൗഭാഗ്യം, മനസ്സിനെ മലീമസമാക്കാതെ, മനസ്സിനെ അശുദ്ധമാക്കാതെ വിശുദ്ധമാക്കി നിലനിർത്തിയാൽ കിട്ടുന്ന ഒരു സൗഭാഗ്യം. അതിന് സ്വഭാവ സംസ്കരണത്തിന്റെ ചില പാഠങ്ങൾ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. അതിൽ ശ്രദ്ധേയമായ ഒരു വചനം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, 12-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്ത്. നമുക്കെല്ലാം പരിചിതമായ ഒരു ആയത്താണ്. ഒരു ഓർമ്മപ്പെടുത്തൽ, തദ്കിറ എന്നോണം ഒന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രം പറയും. യാ അയ്യുഹല്ലദീന ആമനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇനി പറയുന്നത്. അപ്പൊ ഇനി ശ്രദ്ധിക്കൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫർഅഹ സംഅക, നിന്റെ കാത് കൂർപ്പിച്ചോ, എന്തോ ഖൈർ നീ കൽപ്പിക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ശർറ് അല്ലാഹു നിന്നോട് വിലക്കുന്നു. അപ്പൊ ഇനി അല്ലാഹു തആല പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, 3 കാര്യങ്ങളെ അതിൽ അല്ലാഹു തആല നമ്മളോട് പ്രത്യേകം വിലക്കുന്നു. 3 ശർറ് നമുക്ക് ഖൈർ കൊണ്ടുവരിക. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ വന്ന, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഊഹങ്ങളിൽ, ദുഷ്വിചാരങ്ങളിൽ നിങ്ങൾ വിഴിഞ്ഞു കളയുക, അത് ഒഴിവാക്കുക. എന്താണ് കാരണം? അത് അല്ലാഹു തആല തന്നെ പറഞ്ഞു, ഇന്ന ബഅദ ദന്നി ഇസ്മ, കാരണം ഊഹങ്ങളിൽ ചിലത് പാപമാണ്. ഊഹങ്ങൾ എല്ലാം പാപമാണ് എന്നാണ്? അല്ല, ഊഹങ്ങളിൽ ചിലത് പാപമാണ്. അതുകൊണ്ട് അധിക ഊഹത്തെ വിടുക. ഒരാൾ ഒരു 10 കാര്യം സങ്കല്പിച്ചു, ഊഹിച്ചു. ആ 10-ൽ ചിലത് ഒരു 2 എണ്ണമായിരിക്കാം പ്രശ്നം,
പാപമായത് ഒരു 2 8 പാപമാകില്ല. പക്ഷേ എങ്കിലും അധികവും ഒഴിവാക്കാനാണ് അള്ളാഹു തആല പറയുന്നത്. യാതൊരു പിൻബലവുമില്ലാത്ത, ദിലീലില്ലാത്ത, തെളിവില്ലാത്ത അഭ്യൂഹങ്ങൾ അത് മനുഷ്യൻ മനസ്സിൽ വിചാരിക്കരുത്. കാരണം എന്താ പറയുക, അവന്റെ മനസ്സിനെ അത് മലീമസമാണ് ഊഹങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് അള്ളാഹു തആല മനസ്സ് നന്നായി ഈമാനോടുകൂടി നല്ല ശാന്തമായി നിൽക്കണം. അനാവശ്യമായ ഊഹങ്ങളുടെ പിന്നാലെ പോകരുത്, അത് ഒഴിവാക്കിക്കണം. അങ്ങനെ വന്നാൽ അത് മനസ്സിനെ ബാധിക്കുന്ന രോഗത്തിലേക്ക്. ഈ മനസ്സും നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും തമ്മിൽ പരസ്പരം കണക്റ്റഡാണ്, ഒരു ബന്ധമുണ്ട്. മനസ്സ് ദുഷിച്ചാൽ കർമ്മങ്ങൾ ദുഷിക്കും, കർമ്മങ്ങൾ ദുഷിച്ചാൽ പിന്നെ മനസ്സ് നന്നാവില്ല. കാരണം കർമ്മങ്ങൾ മോശമായി, അപ്പൊ മനസ്സിനെ ബാധിക്കും. മനസ്സിനെ ബാധിച്ചപ്പോൾ അത് കർമ്മങ്ങളെയും ബാധിച്ചു. ഇത് പരസ്പരം ബന്ധിതമാണ്. അള്ളാഹു തആല അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ മനസ്സിനെ ഫസാദാക്കി പിന്നെ അവൻ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കുഴപ്പമായിരിക്കും. അങ്ങനെ പ്രവർത്തനങ്ങളും പറയുന്നതൊക്കെ കുഴപ്പമായാലും പിന്നെ മനസ്സ് ശരിയാകുകയില്ല. അതിങ്ങനെ താളം തെറ്റിപ്പിക്കൊണ്ടിരിക്കും. പിന്നെ മനുഷ്യൻ എവിടെയാണ് പോയി വീഴുക എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു തആല വിലക്കിയതാണ്. നോക്കൂ, ഊഹങ്ങളിൽ ഇന്ന ബഅ്ദൻ ചിലത് കുറ്റമാണ്. നമ്മൾ പറയും, ഒരാള് ഒരു പുഴയിൽ കുളിക്കാൻ, പരിചിതമല്ലാത്തൊരു പുഴയിൽ കുളിക്കാൻ എടുത്ത് ചാടാൻ പോകുമ്പോൾ പറയും അവിടെ അധികം കുളിക്കണ്ട. കാരണം അവിടെ ചിലയിടത്ത് പിന്നെ കുഴികളുണ്ട്, കുണ്ടുകളുണ്ട്, അതുകൊണ്ട് അവിടെ അധികം കുളിക്കണ്ട. എന്താ, ചിലയിടത്താണ് പ്രശ്നം. പക്ഷെ ആ ചിലയിടത്തെ പ്രശ്നത്തെ കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ ചാടണ്ട. എല്ലായിടത്തും പ്രശ്നമില്ല, ഒരു സൂക്ഷ്മതയാണ്. കാരണം അപകടം എവിടെയാണ് പതിയിരിക്കുന്നത് എന്നറിയില്ല. അള്ളാഹു തആല ഈ ആയത്തിൽ പറഞ്ഞു, ഊഹങ്ങളിൽ ചിലത് കുറ്റമാണ്, അതുകൊണ്ട് ഇജ്തനിബു കസീറൻ മിനൽ ഊഹങ്ങളിൽ അധികം ഒഴിവാക്കിക്കോ. അപ്പൊ അത് അള്ളാഹു തആല ഇതിലൂടെ വിലക്കി നമ്മളെ. രണ്ടാമത്തത് തജസ്സുസാണ്. അള്ളാഹു തആല പറഞ്ഞു, വല തജസ്സസു, നിങ്ങൾ ജാസൂസുകളാകരുത്, ചാരവൃത്തി എടുക്കരുത്. എന്താണ് അവിടെ തജസ്സുസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവരന്റെ വൈകല്യങ്ങൾ, ന്യൂനതകൾ ചികഞ്ഞ് അന്വേഷിക്കുക. അവൻ എന്തൊക്കെയാണ് തകരാറ്, അവന്റെ പ്രശ്നം എന്താണ്, അതറിയാനുള്ള വ്യഗ്രത. അത് 2 രൂപത്തിലുണ്ടാകും, തജസ്സുസും തഹസ്സുസും. വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് തന്നെ 2 രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഖുർആൻ വ്യത്യസ്ത രൂപത്തിൽ പാരായണങ്ങൾ വന്നിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് തജസ്സുസ്, വല തജസ്സസു, മറ്റൊന്ന് വല തഹസ്സസു. തജസ്സസു എന്ന് പറയുമ്പോൾ നിരീക്ഷണമാണ്, മറ്റുള്ളവരെ ഇങ്ങനെ ചികഞ്ഞ് അന്വേഷിക്കുക, കണ്ണുകൊണ്ട് നോക്കി നടക്കാം. തഹസ്സസു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത മനുഷ്യന്. അവിടെ എന്താണ്, ഇവിടെ എന്താണ്, അവരന്റെ കുറ്റങ്ങൾ എന്താണ്, പോരായ്മകൾ എന്താണ്, അത് നിരീക്ഷിക്കുക, കേൾക്കുക. ഇത് രണ്ടും ആയത്തിന്റെ വിലക്കിൽ ഉൾപ്പെടുന്നു. അത് ഹദീസുകളിലും വന്നിട്ടുണ്ട്. വല തജസ്സസു വല തഹസ്സസു. തജസ്സുസും പാടില്ല, അഥവാ മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ അന്വേഷിച്ച് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നടക്കുക, അതും പാടില്ല. അത് കേട്ടറിയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും പാടില്ല. ഇത് വിലക്കി. മൂന്നാമത്തേത് ഗീബത്താണ്. അല്ലാഹു തആല പറഞ്ഞു, വല യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ ചിലർ മറ്റു ചിലരെ കുറിച്ച് ഗീബത്ത് അഥവാ പരദൂഷണം പറയരുത്. ഈ 3 കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അനാവശ്യമായ അഭ്യൂഹങ്ങൾ, അവരെ കുറിച്ച് യാതൊരു തെളിവില്ല, പിൻബലമില്ല, പക്ഷെ നമ്മൾ ഊഹിക്കുകയാണ്. അത് മനസ്സ് ഫസാദാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള താല്പര്യം, അതിന്റെ പിന്നാലെ കൂടുക, അവൻ എന്തൊക്കെ കുഴപ്പമുണ്ട് എന്ന് അറിയുക, അത് പിന്നെ മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തുക. ഇതിലൂടെ മനസ്സ് മലീമസമാണ്. ഗീബത്ത് പറഞ്ഞാലും തദൈവം ഇത് സംഭവിക്കും. അതുകൊണ്ട് 3 കാര്യങ്ങളെ ഈ ആയത്തിൽ പ്രധാനമായി വിലക്കി. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ മനസ്സ് അത് നന്നാണ്, ത്വയ്യിബായി തീരും, വിശിഷ്ടമായി തീരും. ദുഷ്വിചാരത്തെ കുറിച്ച് പറയുമ്പോൾ ഊഹം എന്നത് തന്നെ ശക്തമായി വിലക്കപ്പെട്ട ഒരു സംഗതിയാണ്. അത് 2 തരത്തിലുണ്ടാകാം ഊഹം. ഒന്ന് യാതൊരു പ്രമാണവും ഇല്ലാത്തത്, അങ്ങനെ ഊഹിക്കാൻ യാതൊരു ന്യായമില്ല. രണ്ടാമത്തേത് ഊഹത്തിൽ തന്നെ ചിലത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അത് പ്രമാണങ്ങളുടെ, തെളിവുകളുടെ പിൻബലം ഉള്ളത്. ഇതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയാണ് ശരിക്കും നമുക്ക് എപ്പോഴാണ് ഊഹം പറ്റുക എന്ന് മനസ്സിലാവും. പൊതുവിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് നല്ലതേ നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. ഇത് ദീനിന്റെ അസിലാണ്. വിശ്വാസി സമൂഹത്തെ കുറിച്ച് 5 നേരം നിസ്കരിക്കുന്ന ഷഹാദത്ത് പറഞ്ഞൊരു മുസ്ലിം, അവനെ സംബന്ധിച്ച് പിന്നെ അതിന് ഓപ്പോസിറ്റ് നമ്മൾ വിചാരിക്കണമെങ്കിൽ, അവനിൽ തകരാറ് കാണണമെങ്കിൽ നമുക്ക് കൃത്യമായ എവിഡൻസ് വേണം. അവൻ അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് പലരെയും നമ്മൾ പല സ്ഥാനത്തും പിടിച്ചിരുത്താറുണ്ട്. സെക്രട്ടറി ആക്കാറുണ്ട്, പ്രസിഡന്റ് ആക്കാറുണ്ട്, ട്രഷറർ ആക്കാറുണ്ട്. അയാൾ വിശ്വസ്തനാണ് നമ്മുടെ അടുക്കൽ, അയാൾ മുസ്ലിമാണ്. പിന്നെ അയാളിന് പ്രശ്നമുണ്ടോ, അയാൾ സാമ്പത്തിക തിരിമറി നടത്തോ, നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. നമുക്ക് വ്യക്തമായ തെളിവ് വേണം.
വ്യക്തമായ തെളിവ് വേണം ഒരു മനുഷ്യനെ കുറിച്ച് തിരിച്ച് ഓപ്പോസിറ്റ് വിശ്വസിക്കാൻ. അല്ലാത്ത പക്ഷം ഈ ആയത്തിൽ പറഞ്ഞതനുസരിച്ച് അത് പിന്നെ തെറ്റായ ഊഹത്തിൽ നമ്മൾ ഉൾപ്പെടുന്നത്. ഒരു മുസ്ലിമിനെ കുറിച്ചും ദോഷം വിചാരിക്കാതിരിക്കുന്നതാണ് മനസ്സിന്റെ വിശുദ്ധിക്ക് നല്ലത്. നമ്മൾ നല്ല വിചാരിക്കാം. ഒരു തുഹുമത്ത് തോന്നിയാൽ, ഒരു സംശയാസ്പദമായ ഒരു കാര്യം മറ്റൊരു മനുഷ്യനിൽ കണ്ടാൽ എന്തതിപ്പോ അങ്ങനെ, അപ്പൊ അതിന് നല്ലൊരു വജ്ഹ നമ്മൾ കാണേണ്ടത്. അവന് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കും, അതായിരിക്കാം ഇതിന് കാരണം. എങ്ങനെയാണോ ഒരു മുസ്ലിമിനെ ആ തിന്മയിൽ അവനെ ചേർക്കുന്നതിന് പകരം അതിന് ഒരു തക്കതായ കാരണം കണ്ടെത്തി കൊടുക്കുന്നത്, അവനാണ് നല്ല മുസ്ലിം. നല്ല മുസ്ലിം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തജസ്സുസിനെ, ഊഹത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്, തജസ്സുസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ പോരായ്മകൾ അന്വേഷിക്കരുത് എന്നാണ് ഇമാം അവർ പറഞ്ഞ നമുക്ക് കാണാൻ കഴിയും. അൽ ഹസൻ വസി, നിന്റെ ഒരു സഹോദരന്റെ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അവന്റെ കർമ്മങ്ങളെ കുറിച്ച് നീ അന്വേഷിച്ച് നടക്കരുത്. അവരിപ്പോ എന്താണ് പണി? ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരാൾ സുബൈക്ക് കണ്ടില്ല എന്ന് വിചാരിക്കാം, നിസ്കരിക്കാൻ കണ്ടില്ല. അപ്പൊ അവൻ സുബൈക്ക് വരാത്തതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവനെന്താ സുബൈ നിസ്കരിക്കാത്തത്? അവൻ നിസ്കരിക്കുന്നുണ്ടോ അന്വേഷിക്കേണ്ടതേ ഇല്ല. അത് മിമ്പറുകളിലൂടെ ഉപദേശിക്കുക. പള്ളിയിൽ വരാത്തതിന്റെ പ്രശ്നം, ജമാഅത്തിൽ പങ്കെടുക്കാത്തതിന്റെ ദോഷം. ഇനി ഒരു മനുഷ്യനെ പേഴ്സണലായിട്ട് നമുക്ക് അറിയാം, അയാൾ സുബൈക്ക് വരുന്നില്ല എങ്കിൽ നേരെ പോയി നമുക്ക് ഉപദേശിക്കുകയാണ് വേണ്ടത്. അവൻ പള്ളിയിൽ പോകുന്നുണ്ടോ, ഏത് പള്ളിയിൽ പങ്കെടുക്കുന്നുണ്ട്, അവൻ ഉറങ്ങുകയാണോ, എന്നിട്ട് അത് മറ്റൊരാളോട് പറയാം. അതുപോലും പാടില്ല, ദീനി വിഷയമാണ് എങ്കിൽ അത് പാടില്ല. അത് തജസ്സുസാണ്, തെറ്റായ ഊഹങ്ങളുടെ പിന്നാലെ പോകലാണ്. അത് നമുക്ക് അനുവദിക്കപ്പെട്ടില്ല എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും. ഇതുപോലെ നമുക്ക് അനുവദനീയമല്ല എങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. അവരന്റെ കാര്യത്തിൽ തദാഫുൽ, ഒരു അശ്രദ്ധ നമ്മൾ നടിക്കണം. നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ല. എപ്പോഴാണ് നമുക്ക് ഹദീസുകളൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളത്? നിങ്ങളിൽ ഒരുവൻ ഒരു തിന്മ കണ്ടാൽ അവൻ കൈകൊണ്ട് തടുക്കട്ടെ, സാധ്യമെങ്കിൽ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെ എതിർക്കട്ടെ. അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യുക. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലാവസ്ഥയാണ്. എങ്കിലും അത് ഈമാനാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരുവൻ തിന്മ കണ്ടാൽ, കാണണം, എതിർക്കാൻ. തിന്മ കാണാൻ അന്വേഷിച്ചു പോകണമെന്നല്ല, നമ്മൾ മുന്നിൽ കണ്ടാൽ നമുക്ക് എതിർക്കല്. അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതിവിടെ പള്ളിയിലെ മുമ്പുള്ള ഖത്തീബിനും ഉസ്താദുമാർക്കും മാത്രമല്ല. അത് മുൻകറാണെന്ന് അറിഞ്ഞ ഒരു മുസ്ലിമിന് മറ്റൊരാളെ അത് തെറ്റാണ്, അത് ഇസ്ലാമിന് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കല് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ബാധ്യത ഒന്നും കൂടെ കൂടുമായിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് ഉസ്താദുമാരും പള്ളിയിലെ മിമ്പറിലെ ഖത്തീബുമാരൊക്കെ ഒന്നുകൂടെ അവർക്ക് ഉത്തരവാദിത്വം കൂടും. പക്ഷെ ഇതെല്ലാം മുസ്ലിമിനും ബാധ്യതയാണ്. ഒരു മുൻകർ കണ്ടോ എങ്കിൽ അവൻ അതിനെ എതിർക്കണം. അത് പാടില്ല. അത് നസീഹത്തിന്റെ ഭാഷയും നല്ല ഭാഷയും ഇതൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ കാണാത്തൊരു കാര്യം അവരിലുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കൽ അത് കുറ്റാർഹമാണ്. അവന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ, അവന്റെ അയവുകൾ എന്തൊക്കെയെന്ന് മറ്റുള്ളവരോട് ചോദിച്ചറിയാം. പ്രത്യേകിച്ച് നോക്കുന്ന സഹോദരങ്ങൾ, ഇന്ന് സോഷ്യൽ മീഡിയകൾ വ്യാപിച്ച ഈ കാലഘട്ടത്തിൽ എത്ര തജസ്സുസാണ് നടക്കുന്നത്. മറ്റുള്ളവന്റെ പ്രശ്നം അന്വേഷിച്ചറിയാൻ വേണ്ടി തെറ്റായ ഊഹങ്ങൾ, ഗീബത്തുകൾ. ഇത് ശരിക്കും ഈ ഒരു ആയത്തിൽ പറഞ്ഞ 3 കാര്യമുണ്ടല്ലോ, ഇത് വൻ പാപങ്ങളിലാണ്. പക്ഷെ എത്ര ആളുകൾ സമൂഹത്തിൽ ഇത് വലിയ കുറ്റമായിട്ട് കാണാറുണ്ട്. കൊലപാതകം നമ്മളെ സംബന്ധിച്ചിടത്തോളം വൻ പാപമാണ്, നമുക്കറിയാം. പലിശ വൻ പാപമാണെന്ന് മുസ്ലിങ്ങൾക്ക് പൊതുവിൽ അറിയാം. മദ്യപാനം, ലഹരി ഉപയോഗം അത് വൻ പാപമാണെന്ന് അറിയാം. പ്രിയപ്പെട്ടവരെ, ഇതും വൻ പാപങ്ങളിലാണ് എണ്ണപ്പെടുന്നത്, കബായിർ. തൗബ ചെയ്തില്ലെങ്കിൽ ശിക്ഷാ നടപടി ഉണ്ടാകാൻ സാധ്യതയേറെ. അങ്ങനത്തെ തെറ്റുകളിലാണ്. തൗബയില്ലാതെ മാപ്പ് കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളിലാണ്. ഒരു പക്ഷെ അള്ളാഹു പുറത്തു തന്നേക്കാം, അതിന് സാധ്യതകളുണ്ട്. പക്ഷെ എങ്കിലും കബായിറുകൾ വളരെ അപകടമാണ്. അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഈ 3 കാര്യം. എന്തൊക്കെയാണ്? തെറ്റായ ഊഹം, അത് മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഇനി ആ ഊഹത്തിന്റെ പിന്നിൽ ഒരു മനുഷ്യനെ കുറിച്ച് വിധി എഴുതുക കൂടി ചെയ്താൽ അതിന്റെ പിന്നിൽ മറ്റൊരു അപകടം കൂടി വന്നു. പലരും അങ്ങനെയാണ് പറയുന്നത്. അയൽക്കാരെ കുറിച്ച്, തന്റെ സഹോദരങ്ങളെ കുറിച്ച്, ആത്മസുഹൃത്തുക്കളെ കുറിച്ച് തെറ്റായ ഊഹങ്ങൾ സങ്കല്പിക്കുകയും അതിന് യാതൊരു അടിസ്ഥാനം ഉണ്ടാകില്ല. ഊഹിക്കുക, പിന്നീട് അതിൽ വിധി പറയുക. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത്. കാരണം കേസുകൾ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെടുന്നത് വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും, വ്യത്യസ്ത തലങ്ങളായിരിക്കും. അവിടേക്ക് നമ്മൾ ചിന്തിക്കണം. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയാണ് വിചാരിച്ചത്,
അതിന് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവൻ ഒരു അമാനത്തില്ലാത്തവനാണ് എന്ന് തോന്നിയാൽ അതിനൊരു ന്യായമുണ്ടോ? അവൻ നിസ്കരിക്കാത്തവനാണ് എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അവൻ ജമാഅത്തിന് പോകുന്നില്ല എന്ന് തോന്നിയാൽ അതിന് ന്യായമുണ്ടോ? എന്താണ് അതിന് എനിക്കുള്ള തെളിവ്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അത് നസീഹത്തിന്റെ ഭാഷയിലാകണം നമ്മുടെ സഹോദരങ്ങളെ സമീപിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്ത് നമ്മൾ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. സ്വഭാവ സംസ്കരണം. നമ്മുടെ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് ഇപ്പോഴും താളം തെറ്റിപ്പോകുന്നത് നമ്മുടെ ഇബാദത്തുകളിലെ മനസ്സിനൊരു സന്തോഷം കിട്ടാത്തതിൻ്റെയൊക്കെ പലപ്പോഴും കാരണം ചിലപ്പോൾ ഇതായിരിക്കും. നമ്മൾ എത്ര ഇബാദത്ത് എടുത്തിട്ടും ഖുർആൻ ഓതിയിട്ടും ഖുർആൻ കേട്ടിട്ടും നമുക്കൊരു സന്തോഷം കിട്ടണില്ലേ? നമ്മളെ മനസ്സങ്ങോട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ലേ? ചിലപ്പോൾ തകരാറ് ഇതായിരിക്കാം. ഇങ്ങനെയുള്ള ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഇത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങിയത്. യാ അയ്യുഹല്ലദീന കഫറു എന്നല്ല. അവിശ്വസിച്ചവരെ, സത്യനിഷേധികളെ എന്ന് വിളിച്ചിട്ടല്ല ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ടാണ്. അപ്പൊ ഈ രോഗം പിടിപെടാൻ സാധ്യത നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരുടെ കാര്യം കുഫറിനേക്കാൾ വലിയ നജസില്ല, പിന്നെ അവിശ്വാസത്തെക്കാൾ വലിയ തിന്മ എന്താണ്? അതുകൊണ്ട് അവരോട് ഈ ഖിതാബ് അല്ലാഹു തആല ഈ ഉപദേശം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉപദേശം ഫലവത്താകുന്നത് മുഅ്മിനീങ്ങൾക്കാണ്. അവിശ്വാസികളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവർക്ക് ഗുണം ചെയ്യില്ല. അവരാദ്യം അള്ളാഹുവിനെ വിശ്വസിക്കാൻ വേണ്ടത്. അപ്പൊ ഇത് മുഅ്മിനീങ്ങളെ ബാധിക്കാതിരിക്കാൻ, ബാധിച്ചാൽ ഇതിൽ നിന്ന് മുക്തമാകാനുള്ള ശക്തമായ ഉപദേശം. സഹോദരങ്ങൾ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവിധ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് ജീവിക്കണമെന്ന് ഒരാപത്തിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്വഭാവ സംസ്കരണത്തിന്റെ അധ്യാപനങ്ങൾ സ്ത്രീ പുരുഷന്മാർ ഒരുപോലെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. മനസ്സ് നന്നായാൽ മാത്രമാണ് നമുക്ക് ശരിക്കും ഈമാനിന്റെ ഈ ഒരു ദീനെ ഇതിൽ വിശ്വസിക്കുന്നതിന്റെ, ദീനി കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു സന്തോഷം, സുഖം നമുക്ക് കിട്ടുള്ളൂ. അതിലൊക്കെ ഒരു ആനന്ദം നമുക്ക് കണ്ടെത്താൻ പറ്റും. എല്ലാത്തിലും ദീനിന്റെ നിയമം ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇത് എന്റെ അള്ളാഹുവിന്റെ ഹുക്കുമാണ്, എന്റെ റബ്ബിന്റെ വിധിയാണ് ഞാൻ പിൻപറ്റുന്നത് എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നിയമങ്ങൾ, ഇസ്ലാമിലെ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്, അത് ലംഘിക്കപ്പെടാനുള്ളതല്ല. ചെറുതാകട്ടെ വലുതാകട്ടെ. പക്ഷെ എങ്കിലും നമ്മൾ ദുർബലരാണ് മനുഷ്യ. ചിലപ്പോൾ ലംഘനങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ചെയ്ത് നമുക്ക് ബോധ്യപ്പെട്ടാൽ തൽക്ഷണം അതിൽ നിന്ന് വിടുതല ചെയ്യണം. കാരണം അങ്ങനെ ഉണ്ടല്ലോ അത് തൗബ എന്നുള്ളതും തിന്മയിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാതെ ഇല്ല, മനുഷ്യർക്കുണ്ടാകാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ വചനത്തിൽ തന്നെ 3-ാമതായി പറഞ്ഞതാണ് ദീപത്തിനെ സംബന്ധിച്ച് പരദൂഷണം. അത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. അടിസ്ഥാനപരമായി ഒരു മുസ്ലിമിന്റെ അഭിമാനം അത് പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രസംഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് പറഞ്ഞതൊക്കെ നമുക്കെല്ലാം സുപരിചിതമാണ്. ഇന്ന അംവാലക്കും വഅറാദക്കും, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തം, സമ്പത്ത്, അഭിമാനം അത് പവിത്രമാണ്. മറ്റുള്ളവരെ ഹനിച്ചുകൂടാ. ഇത് ഉപദേശിച്ചതാണ് പോയത്. എന്നാൽ നമുക്കൊരു മനുഷ്യന്റെ ദോഷം പറയുന്നതാണ് ഈ ദീപത്ത് എന്ന് പറഞ്ഞാൽ. അയാൾ ഇല്ലാത്ത സമയത്ത് എന്താണ് ദീപം എന്ന് പറഞ്ഞ പരദൂഷണം? അവരൻ ഇല്ലാത്ത സന്ദർഭത്തിൽ അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യം പരാമർശിക്കുന്നതിനെയാണ് ശർഇൽ ഗീബത്ത് അഥവാ പരദൂഷണം എന്ന് പറയുന്നത്. വ്യക്തം 2 കാര്യങ്ങൾ അതിൽ. ഒരു കാര്യം ഗീബത്താകാൻ 2 കാര്യങ്ങൾ. ഒന്ന്, ആ മനുഷ്യൻ ലൈവിൽ ഇല്ലാതിരിക്കുക. 2, പറയുന്ന കാര്യം അയാൾക്ക് അത് ഇഷ്ടമില്ല. ഈ 2 കാര്യങ്ങൾ ഒത്തുചേർന്നാൽ അത് ഗീബത്തായി. 3-മതൊന്നും വേണ്ട. ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ചിന്താഗതിയല്ല, മറിച്ച് ഉള്ളത് തന്നെ. പക്ഷെ പറയുന്നത് ആ മനുഷ്യന് ഇഷ്ടമല്ലേ, അത് അവിടെ പരാമർശിച്ചത്. അതാണ് ഗീബത്ത്. എന്നാൽ അത് അനുവദിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, മനുഷ്യന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ വിവാഹ അതിലൊന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. പിന്നെ ഒന്ന് തവല്ലുമാണ്. ഒരു മനുഷ്യൻ മർദ്ദിതനാണ്, ആക്രമിക്കപ്പെട്ടു, ഒരാളെ ദ്രോഹിക്കുകയാണ്. അതൊരു മുസ്ലിം ആകാം, പക്ഷെ അവർ ദ്രോഹിക്കുകയാണ്. അപ്പോൾ ആ ദ്രോഹം തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരാതി കൊടുക്കാൻ ഭരണാധികാരിയുടെ അടുത്ത് പോയി, എന്നിട്ട് ഇയാളെ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തുകയാണ്, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അയാളെ ഇഷ്ടമല്ലാത്ത, അയാളെ കുറിച്ചുള്ള ഐബാണ് പറയുന്നത്. പക്ഷെ അത് പറയാം ശറഇൽ, അത് അനുവദിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു തിന്മ ഒരിടത്ത് നടക്കുന്നുണ്ട്, നമുക്കത് വ്യക്തമായി കണ്ടു, പക്ഷെ നമ്മളെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. പക്ഷെ അത് തടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, അയാളോട് ഇത് പോയി പറഞ്ഞാൽ പ്രശ്നം സൊല്യൂഷൻ കിട്ടുമെങ്കിൽ അവിടെ പോയി പറയാമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടൊരു സഹപാഠിക്ക്
അവരിലുള്ള പ്രശ്നം പോയിട്ട് പ്രിൻസിപ്പളിനോടോ അവിടുത്തെ പിന്നെ അധ്യാപകരോടോ പറയാം. അതൊരു പരദൂഷണമല്ലേ ആണ്, പക്ഷെ അത് പറയണം എന്നാണ്. അത് മറ്റുള്ളവരുടെ പോരായ്മയാണെങ്കിൽ. ഇതുപോലെ നടക്കുന്ന സാമൂഹികമായ തീമകൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തടുക്കാൻ കഴിയില്ലെങ്കിൽ തടുക്കാൻ കഴിയുന്നവരോട് പറയാം. ഇത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഫത്വ ചോദിക്കുമ്പോൾ, മൂന്നാമത്തേതാണ്, പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുമ്പോൾ ഒരാൾ ഒരു വിഷയം ചോദിക്കുകയാണ്, ആ കൂട്ടത്തിൽ അയാൾക്ക് പരാമർശിക്കേണ്ടി വന്നു, എന്റെ വാപ്പ ഇങ്ങനെയാണ്, എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയണം, എന്റെ ഭർത്താവ് എന്റെ അവകാശങ്ങളൊന്നും തരുന്നില്ല. ഇങ്ങനെയാണ് വിഷയങ്ങൾ. അത് നമുക്ക് ചരിത്രത്തിലേക്ക് കാണാൻ പറ്റും. ഹിന്ദ് ബിൻത് ഉമയ്യ എന്ന സഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അബൂ സുഫിയാനെ കുറിച്ച് ചെലവിന് തരാത്തതിന്റെ കാര്യം പിന്നെ എടുത്തു പറഞ്ഞു. പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, എന്റെ ഭർത്താവ് ചെലവിന് തരുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ആവശ്യമുള്ളത് എടുത്തോ, അയാൾ അറിഞ്ഞില്ലെങ്കിലും എടുത്തോളാനാണ് പറഞ്ഞത്. ഖുദി മിൻ മാലിഹി ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ച് നല്ല രൂപത്തിൽ പറഞ്ഞാൽ അയാളെ പിന്നെ മുടിപ്പിക്കുന്ന രൂപത്തിൽ എടുക്കാനല്ല, അയാൾ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ഹക്കാണല്ലോ, അവകാശമാണല്ലോ, എടുത്തുകൊള്ളുക എന്ന് ഹിന്ദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്വ കൊടുത്തതാണ്. ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും സൂക്ഷിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവർ പലപ്പോഴും നടക്കുന്നത് അനാവശ്യമായ വിപത്തുകളാണ്. അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ മുസ്ലിമീങ്ങൾ ശർവ്വ് തടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കപ്പെടേണ്ടി വന്നേക്കാം. അതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് അറിവുള്ള ആളുകൾ കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ്. ഇപ്പോൾ വിവാഹം അന്വേഷിക്കപ്പെടുക മനുഷ്യനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കുക, അയാൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുക, പെൺകുട്ടി എങ്ങനെയാണ്. അവരുടെ രഹസ്യം അറിയലല്ലേ ആണ്, അതൊരു ദീപത്തല്ലേ മറ്റേ ആൾ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആണ്. അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തജസ്സുസ് അല്ലേ, നേരത്തെ ഞാൻ ആയത്തിൽ ഓതി വെച്ചാണ് ആണ്. പക്ഷെ ശറയിൽ അതിന് അനുവാദമുണ്ട്. അത് കാരണം വിവാഹം എന്നത് ജീവിതത്തിൽ ഒരു സുപ്രധാന കാര്യമാണ്, മസ്ലഹത്താണ്. മുന്നോട്ടുള്ള ജീവിതത്തിന് പരസ്പര സംതൃപ്തിയും വിശ്വാസ്യതയും അവരുടെ സ്വഭാവമൊക്കെ അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങൾക്ക് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുണ്ട്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഇതിനൊരു മധ്യ നിലപാട്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. വിശുദ്ധ ദീനിന്റെ പിന്നെ മഹത്വമാണ് ഇതൊക്കെ നമുക്ക് വിളിച്ചോതി തരുന്നത്. പിന്നെ ഒരു കാര്യമായി ആറാമതായി ഇതിൽ പറയാനുള്ള പണ്ഡിതന്മാർ തരീഫാണ്. ഒരു മനുഷ്യൻ അയാളെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഐബ് പറഞ്ഞെങ്കിലല്ലാതെ മനുഷ്യൻ നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ അത് പറയൽ അനുവദനീയമാണ്. ഒരു മനുഷ്യൻ അന്ധനായിരിക്കാം, അന്ധൻ എന്ന് വിശേഷിപ്പിക്കൽ ഒരാളുടെ ഐബ് പറയലാണ്. പക്ഷെ ആ മനുഷ്യനെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ അന്ധനാണെങ്കിൽ അപ്പോൾ നമ്മൾ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ മാത്രം ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവില്ല. പക്ഷെ കാഴ്ചയില്ലാത്ത അന്ധനായ എന്ന് പറയേണ്ടതാണ്, അല്ലെങ്കിൽ മുടന്തുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ പറയുക. പക്ഷെ അത് കുറ്റമല്ലാത്ത രൂപത്തിൽ പറയുകയാണ് വേണ്ടത്, പരിഹാസ രൂപത്തിലാകുന്നത്. ഇതൊക്കെ ഉലമാക്കള് പറഞ്ഞ് പ്രത്യേകം പഠിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമകളാക്കി നമ്മളെല്ലാം തീർക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാവും നമ്മുടെ ഹൃദയത്തേക്ക് സംരക്ഷിച്ച് നിർത്തുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഖളാ നോമ്പുള്ളവർ, റമദാനിൽ കഴിഞ്ഞു ഖളാ നോമ്പുള്ളവർ പെട്ടെന്ന് തന്നെ അത് പിടിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ഷാബാൻ തീരുന്നവരെ ചാൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് അലസത മടി എപ്പോൾ പിടിപെടും, അല്ലെങ്കിൽ ഒരു യാത്ര, ഒരു രോഗം എപ്പോൾ വരും നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ നല്ല ആരോഗ്യാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഖളാ ഉള്ളവർ പിടിച്ചു കിട്ടുക. പിന്നെ ശവ്വാല് കഴിയാറായി, ശവ്വാലിൽ 6 നോമ്പ് സുന്നത്ത് നമുക്കറിയാലോ. ഒരു വർഷം മുഴുവൻ, കാലം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം നമുക്ക് കിട്ടും. റമദാനിലെ 30 എടുത്ത് റമദാൻ മുഴുവൻ നോമ്പെടുത്തിട്ട് ശവ്വാലിൽ നോമ്പെടുത്തണം. കുറച്ച് ദിവസം കൂടെ നമുക്കുള്ളൂ, അത് ശ്രദ്ധിക്കുക. ശവ്വാലിൽ 6 നോമ്പ് കൂടി നമ്മൾ പിടിക്കുക. വെക്കേഷൻ കാലമാണ്, കുട്ടികളെ പിന്നെ മൊബൈൽ അഡിക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കൾക്ക് എന്തെങ്കിലും നല്ല ആക്ടിവിറ്റികൾ കൊടുക്കുക. കഴിയുമെങ്കിൽ ഒരു കുടുംബമായിട്ട് സന്ദർശനം, ഒരു യാത്രയൊക്കെ പോവുക. എപ്പോഴും കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുക. അവരുടെ വാശിയും മറ്റൊക്കെ മാറ്റാൻ വേണ്ടി കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു രൂപം രക്ഷിതാക്കളൊന്നും ഉണ്ടാകരുത്. അവർ വാശി പിടിച്ചാലും കരഞ്ഞാലും അതൊക്കെ അവിടെ തീരും. അത് നമ്മൾ അവരെ വഷളാക്കരുത്, മക്കളെ നമ്മളായി കേടാക്കരുത്. പ്രത്യേക രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ആവശ്യത്തിനൊക്കെ അത് ഒരു നന്മയുണ്ട് എന്ന് തോന്നിയാൽ എല്ലാ മറകളും നീക്കി നന്മയിലാണ് എന്ന് മനസ്സിലായി നമ്മളൊരു പിന്നെ പരിധിയൊക്കെ നിശ്ചയിച്ചുകൊണ്ട്, സമയമൊക്കെ നിശ്ചയിച്ച് അത് ഉപയോഗിക്കാൻ കൊടുക്കാം. അതെല്ലാവർക്കും വിജയകരമാകണമെന്നില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താനങ്ങളെ, കുടുംബത്തെ എല്ലാം ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ, സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. ശത്രുക്കളിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ തന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ മുക്തമാക്കി ശത്രുക്കളുടെ കുതന്ത്രം അല്ലാഹു അവരുടെ നേരെ തന്നെ തിരിച്ചുവിടട്ടെ.